ഹലോ, എല്ലാവർക്കും ഗ്ലൂമിസസിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് ഫ്രോക്കാണ് തയ്ക്കുന്നത്. റയോൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റയോൺ ഫാബ്രിക്സ് ആണ്. കോട്ടൺ ഫാബ്രിക്കിനേക്കാളും ഇഷ്ടമാണ്. കാരണം നല്ല സോഫ്റ്റാണ്, ഒരു തണുപ്പുണ്ട്, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ചൂടൊന്നും എടുക്കത്തില്ല. പക്ഷേ ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ഇത് അയൺ ചെയ്യാതുകൊണ്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാലും അയൺ ചെയ്യണം, കാരണം ധാരാളം ചുളിവുകളുണ്ടാവും. ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അയൺ ചെയ്യുവാണ്. ഫ്ലോറൽ പ്രിൻസുള്ള ഫാബ്രിക്സ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ഫാബ്രിക്സ് ആയിരിക്കും എൻ്റെ കയ്യിൽ കൂടുതലുണ്ടാവുക. എന്തായാലും ഈ രണ്ട് ഫാബ്രിക്കിലും ഈ ഒരു പ്രിൻ്റ് ഉണ്ട്. ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളൊരു പിക്ചറാണിത്. 2 ലെയേഴ്സായിട്ട് താഴെ കുറച്ച് ലെങ്ത്തിൽ വന്നിട്ട് താഴെ ഇങ്ങനെ ഒരു ഫ്രിൽസ് കൊടുക്കുന്ന രീതിയിൽ. ഈ ഫ്രോക്ക് പിക്ചറിൽ ഒറ്റ കളറാണ്, പക്ഷേ ഞാനിവിടെ എനിക്ക് തോന്നുന്നു 2 കളേഴ്സ് മിക്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. പീച്ചും ബ്ലൂവും. താഴെ ഏറ്റവും ബോട്ടം ബ്ലൂ കൊടുക്കാം, മുകളിൽ പീച്ച്. ഈ ഫാബ്രിക് നിറച്ച ചുളിവാണ് മേടിച്ച്, നമ്മളിപ്പോൾ എത്രയായാലും അതിന് ചുളിവ് വരും. അപ്പോൾ അതുകൊണ്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത്. മറ്റ് ഫാബ്രിക്സിന് അത്രയും ഒരു പ്രോബ്ലം ഇല്ല, പക്ഷേ ഈ റയോൺ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടാനും നീറ്റ്നെസ്സിനും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടം ഫ്രിൽസ് ഒരു 11 ഇഞ്ചസിൽ കട്ട് ചെയ്തു. ബാക്കി എനിക്കൊന്ന് ടോട്ടൽ ഒരു 45 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അതിൽ വേസ്റ്റിൻ്റെ അവിടം തൊട്ട് കുറച്ച് 38 അത്രത്തോളം ഞാൻ ആ ഒരു പീച്ച് ഫാബ്രിക്കും കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ഇരുന്നത് തന്നെ ഒരു 4 മീറ്റേഴ്സ്. മറ്റേ പീച്ച് ബ്ലൂ ആണെങ്കിലും 3 മീറ്റേഴ്സോ 3.5 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇത്രയും ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം എനിക്കെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിരിവ് വേണം, ഫ്ലെയർ വേണം, എന്നാലേ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ വേസ്റ്റിൻ്റെ അവിടെ ടോപ്പിൽ വരുന്ന ആ ഒരു പീച്ച് ഫാബ്രിക് തന്നെ ഞാൻ 4 ഇരട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഈ ഫ്രിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെക്കാളും ഒരുപാട് ലെങ്ത്തിലാണ്. എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത്രയും ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ എടുക്കുമ്പം എത്ര മതിയോ അത്ര എടുത്താൽ മതിയാവും. ജസ്റ്റ് ഫ്ലെയർ മതിയെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ചും കൂടെ കൂടുതലൊക്കെ കൊടുത്താൽ മതിയാവും. 1 മടങ്ങൊക്കെ 2 മടങ്ങൊക്കെ കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരുപാട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഭംഗിയുണ്ട്. പക്ഷേ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭംഗി തോന്നി, പക്ഷേ നല്ല വെയിറ്റാണ്. റയോൺ ആയതുകൊണ്ട് നല്ല വെയിറ്റാണ്. ഒത്തിരി ഫാബ്രിക് കൂടുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ്ങിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് താഴെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴെ ഇതുപോലെ ഇച്ചിരി ഉയർത്തി ഇങ്ങനെ ആ പിക്ചറിലുള്ള പോലെ തന്നെ കുറച്ച് ഇങ്ങനെ ഫ്രിൽസ് കയറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ബ്ലൂ ഫാബ്രിക് ആ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ് പഫ് സ്ലീവ് താഴെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ താഴെയാണെങ്കിലും ആ ബ്ലൂ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെയ്ത് വരുമ്പോൾ നമുക്ക് പയ്യെ പയ്യെ ഐഡിയാസ് മാറുമല്ലോ. പിക്ചറിൽ ഒറ്റ കളറാണെങ്കിലും നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരു വ്യത്യാസങ്ങൾ വരും. പിന്നെ ബട്ടൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് പോംപോം വെച്ചിട്ട് ബട്ടൺസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ബ്ലൂവും ഓറഞ്ച് പീച്ചൊക്കെ വരുന്ന രീതിയിൽ ചെയ്തു. വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ഒത്തിരി അങ്ങനെ ഇറക്കിയിട്ടില്ല. പിന്നെ ബാക്കിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി വരുന്ന ഫാബ്രിക്കോട് തീർച്ചയായിട്ടും ഞാൻ ഹെയർ ബാൻഡ് കൊടുക്കാറുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. ഹെയ്സിലുമായിട്ടൊരു ഫോട്ടോ. താങ്ക് യു.